What is happening, bro? I don't know, bro. Our number. I began the corner, bro. You started? Yeah. To whom I you was started? singing song. They putting song, Komban and all, and mentioning Komban. I mentioned the Somadi, VP, Papa, and everyone. Why? Sumba. മറ്റേത് ലൈവിൽ ഇതും കൂടി അയച്ചു ഒന്നുകൂടി കാണിച്ചാ ഡീമ ഒന്നുകൂടി കാണിച്ചാ ഡീമ ഒന്നുകൂടി പ്ലേടാ. What is happening, bro? I don't know, bro. Our number. I began the corner, bro. You started? Yeah. To whom I you was started? singing song. They putting song, Komban and all. നമ്മളിവിടെ എല്ലാം സംസാരിച്ചു നമ്മളെ ലീഡർ കൊലീഡർ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി ആരും വിളിക്കുന്നില്ല. ഇങ്ങോട്ട് വിളിച്ചു വന്നപ്പോഴാ അങ്ങോട്ട് വിളിച്ചു. മൊയലിനാണ് അവിടെ പ്രശ്നം. ആടാ മയിലാണ് പ്രശ്നം. പിന്നെ എന്റെ അടുത്ത് വന്ന് മുമ്പ് മൊയലേ ആ POV നിനക്ക് എന്തെങ്കിലും ചെയ്തൊന്ന് അയച്ചു തരാൻ പറ്റും? ഒരു സെക്കൻഡ്, ഞാൻ അവനെ അയച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ പോവല്ലേ? അയച്ചു കൊടുത്തതിന് ശേഷം ഒരു കാര്യമുണ്ട്. എന്നോട് എന്തോ നിന്റെ വാട്സപ്പ് ഗ്രൂപ്പോ എന്തോ നോക്കാനായിട്ട് പറയുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പോ? ചെക്ക് ഹിറ്റ്മാൻ ഗ്രൂപ്പ് പറയുന്നത്. അതല്ലേ നോക്കി നോക്കെ. അന്ന് നമ്മള് സംസാരിച്ച് ഇറങ്ങുന്ന സമയത്ത് കൊമ്പൻ ഒരു ഡയലോഗ് അടിച്ചായിരുന്നു. ഇവിടെ വന്ന കുറച്ച് പുതിയ പ്ലേയേഴ്സിനെ പ്രശ്നം. ആദ്യം ഫസ്റ്റ് സിറ്റുവേഷൻ തുടങ്ങിയ ഫസ്റ്റിൽ അടി ബുള്ളോപ്പി അവിടുത്തെ പുതിയ പ്ലെയർ. ഇപ്പൊ തുടങ്ങിയത് ഫുൾ പുതിയ സാഗർ നിങ്ങൾ സാഗറിനെ നമ്മളൊരിതിലും തലയിടത്തില്ല. നമ്മളായിട്ടുള്ള ഇടയിൽ അവൻ കൊണ അടിക്കാനും വരത്തില്ല, ഒന്നും വരത്തില്ല. ഇങ്ങനെ കൺവേർട്ട് അതുകൊണ്ട് അവന്റെ നോക്കണ്ട. ഇല്ലെങ്കിൽ നമ്മളടുത്ത് ചോദിക്കണമായിരുന്നു. അവൻ ഇങ്ങോട്ടൊന്നിനും വരത്തൊന്നുമില്ല. എന്നിട്ട് വ്യൂസിനെ കാണിക്കാൻ വേണ്ടി കൊമ്പൻ തന്നെ ക്ലിപ്പ് ആക്കിയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനേ ഒരു സാധനം ഇടുന്നതും കൂടി എനിക്കൊന്ന് അയച്ചു തന്നെ. ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഫോണിലാ. നീ അതെനിക്ക് ഡിസ്കോഡ് ചെയ്യുന്ന അയച്ചു തന്നെ. ഇത് മറ്റേ റെക്കോർഡ് ചെയ്തിട്ട് വല്ലതും എടുക്ക്. ഇല്ല അത് മറ്റേതാ ക്ലിപ്പ് അയച്ചു തരാനല്ലേ? ക്ലിപ്പ് ഞാൻ അയച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്ന് അയച്ചു കൊടുത്തിട്ട് പോരാ. ഭാസ്കരനോട് ലൈവ് കാണിക്കാൻ പറയും. സാഗറിനെ ഇതിലോട്ട് ആരും വലിക്കല്. അവന് ഒരു ഇതിലും നമ്മൾ ഈ നടക്കുന്ന സംസാരത്തിലും ചിത്തോളയിലും അവന്റെ പേരൊന്നും ഡ്രാഗ് ചെയ്യല്ല ഒരുത്തനും ഇവിടെ. നിങ്ങളെല്ലാം ഞാൻ വ്യൂവേഴ്സിനോട് പറയണതാ. നൈട്രോ ഉണ്ടോ നിങ്ങളുടെ? എടാ അതൊരു വി ട്രാൻസ്ഫർ അല്ലെങ്കിൽ സെന്റ് GB എന്ന് പറഞ്ഞ ലിങ്കില് ഇത് അതിനല്ലടാ ഒരു സൗണ്ട് ക്ലിപ്പ് ഉണ്ട് ഈ പാട്ടിന്റെ ഒരു സാധനം. പറയും ഹിറ്റ് പറയും. എടാ കേക്കാവോ? എനിക്ക് ഹോക്കിയുടെ POV ആടാ വേണ്ടത്. ഹോക്കിയുടെ POV ആണ്. DM ഞാൻ കണ്ടു അത്, പക്ഷേ 400 MB ആടാ. അതെങ്ങനെ അയച്ചു കൊടുക്കാനാ? അത് 400 MB അത് ആ ലിങ്ക് തന്നെ അയച്ചു കൊടുത്താൽ മതി. അല്ലടാ ലിങ്ക് ഒന്നും അവര് നോക്കത്തില്ലടാ. നമ്മുടെ ഇതിപ്പോ നമ്മുടെ ആവശ്യമാ, അവര് നോക്കത്തില്ല. എടാ ഞാൻ ക്ലിപ്പ് അയച്ചൊന്നുമില്ല. ക്ലിപ്പ് അയച്ചു കൊടുത്തോ? അല്ല മൊയിലിന്റെ കിട്ടിയടാ, മൊയിലിന്റെ അല്ല, ഹോക്കിയുടെ POV ആണ്. അത് ഇമ്പോർട്ടന്റ്. ട്രൈക്കോഡ് ലൈവിൽ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കാണിച്ചിട്ട് കട്ട് ചെയ്ത് സിറ്റുവേഷൻ ട്രിഗർ ആകുന്നതേ. ഇത് നമ്മള് നേരത്തെ ചെയ്യാനുള്ളതായിരുന്നു. കാണുന്നുണ്ടോ? സ്ട്രീം കൊടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ നീ കാണിച്ചതല്ലേ? അതൊന്നുകൂടി അത് കാണിക്കുന്നു. അല്ല അത് അവര് പറയാൻ പോകുന്നില്ല. ഇതല്ലടാ, ഇതില് നമ്മള് സംസാരിച്ചോണ്ടിരിക്കുവാടാ. അവര് മാത്രമുള്ള ഒരു എടുത്ത് ആര് മാത്രല്ല. അല്ല ഇപ്പൊ ഇത് റെക്കോർഡ് ചെയ്തത് നമ്മള് ലൈവില് സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇതൊന്നും നമ്മളെ പ്രശ്നമാണ്, ബോധമില്ല. അത് അവരെന്തോണോ പറഞ്ഞു കേട്ടോ, അതൊന്നും കാര്യമില്ല. നമ്മള് ഇതൊന്ന് അയച്ചു കൊടുക്കണം. എന്നിട്ട് അവന്റെ അടുത്ത് ഇപ്പൊ തന്നെ ഇത് ലൈവ് കാണിക്കാനും പറയണം. അത് എസ്പെഷ്യലി പറയണം, ഇത് ലൈവ് തന്നെ കാണിക്കണം. നിങ്ങൾ എത്തിരി പറയണ നിങ്ങൾ 3 ദിവസമായി കളിച്ചിട്ടാ
എന്തിന്റെ ഓക്കേ, ഇതൊന്ന് ആവശ്യമുണ്ട് cut ചെയ്തേരെ, മെസ്ബോയ്ക്കോ ഇതൊന്ന് cut നിനക്ക്? ചെയ്തേ. എന്തിന്റെ Cut ആവശ്യം ചെയ്ത് അയച്ചേ. നിനക്ക്? ഈ സാധനം ഇപ്പൊ എന്റെ കട്ട് ചെയ്തെടുക്ക. ഞാൻ റമ്മി സർക്കിൾ ഡൗൺലോഡ് കർ ഓം കർ. അവൻ ലൈവ് ആടാ, പ്രൈവറ്റ് ലൈവാ, അതുകൊണ്ടാ. ആ എടാ ആ സാധനം ഞാൻ കാണിച്ചു തരാടാ, വെയിറ്റ്. ഇതില് നിനക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല സൗണ്ട്, നിനക്ക് റീഡർ എന്ത് പറഞ്ഞേ? വീഡിയോ പ്ലേ ചെയ്യുമ്പോ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൻ ലൈവ് നിർത്തി പോയി വാസ്കോ എന്ന്. ഹിറ്റു ഡിഫറെന്റ് ആക്കി പോയി. എടാ ഹിറ്റു ഹിറ്റു എടേ അവൻ ലൈവ് നിർത്തി പോയെന്ന് പറയുന്നത്. അത് ശരി, ലൈവ് നിർത്തിയെന്നോ? നാളെ കാണിക്കാം. ഞാന് അയച്ചിട്ടുണ്ട് മറ്റേ മാസ് ബോയ് ഗോകുവിന്റെ സാധനം. ഓക്കെ ഓക്കെ, ഞാൻ എന്നാ ഇതൊന്ന് അയച്ചു കൊടുക്കട്ടെ, ഒരു സെക്കൻഡ്. ഇതിന്റെ സിറ്റി കയറാം. മാസ് ബോയ് ഗോകു എടാ എന്റെ സ്ട്രീം ഒക്കെ എന്റെ സ്ട്രീം ഒക്കെ എടാ എന്റെ സ്ട്രീം ആണെന്നുണ്ടാ അവൻ ലൈവ് നിർത്തി പോയെന്ന് പറയുന്നത്. അത് ശരി, കാണുന്നുണ്ടാ? ആ ഒരു സാധനം ഇട്ടേരാ കേട്ടാ. ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്തോ? അത് ഡൗൺലോഡ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യും. അങ്ങനെ പറ്റിയ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ലടാ. എഴുതുന്നില്ല. നാളെ ആകുമ്പോ എന്റെ ഉണ്ടാവും. എന്റെ ഇന്നില്ല, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് ഫ്രീ വന്നടാ പണ്ട്. എന്തോന്ന് എടാ, എനിക്ക് ഒരു മാസത്തെ ഇവിടെ മേലിൽ 1 month ഫ്രീ വന്ന് നടക്കുന്നടാ. അല്ലാണ്ട് ഞാൻ പൈസ കൊടുക്കുക, എനിക്ക് ഭ്രാന്താ. ഇത് നോക്ക് എന്റെ ലൈവ് നോക്ക്, 1 month ഫ്രീ കണ്ടാ. തൂറി അതിർത്തം പോയില്ല. ട്രൈ 1 month ഫ്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന് നടപ്പുണ്ട്, ഫ്രീ ട്രയൽ. അത് ഞാൻ യൂസ് ചെയ്യും ഈ സാധനം. ട്രൈ 1 month ഫ്രീ. ഇനി കാർഡും തേങ്ങയൊക്കെ അടിച്ചു കൊടുക്കണോടെ നമുക്ക് മന്ത്ലി. ഇതൊക്കെയാണോ എൻ്റെ കാർഡ് എൻഡിങ്? എനിക്ക് അറിയത്തോടിയില്ല. നമുക്ക് നൈറ്റ് ചെയ്യാം. അപ്പാപ്പൻ്റെ എന്തൊക്കെയോ ഇന്ന് വന്നായിരുന്ന കഴിഞ്ഞ സിറ്റുവേഷൻ ഡ്രാഗ് ചെയ്തത് ഇവന്റെ ഗ്യാങ് മെമ്പർ തന്നെയല്ലേ. ഇതില് ഇനി എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഇതിൽ ഇത്ര കാലം കാസ്ട്രോ ബ്രാവോ ഒന്നും ഏഡ് ആയിട്ടില്ല, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ പിന്നെ മെസ്ബോയ് ഗോക്കു വേറെ ഏതോ അപ്പാപ്പനെയും അമ്മായിനെയൊക്കെ ആയിരിക്കും പറഞ്ഞ. നമ്മളെ കാസ്ട്രോനെ ബ്രാവോനെ ഒന്നും ഇതിൽ ഇൻവോൾവ് ആക്കിയിട്ടില്ല. ഇനിയിപ്പോ നടക്കാൻ പോകുന്നത് എന്താ? ഇനിയിപ്പോ നമ്മൾ ഒന്ന് രണ്ട് നമ്മളെ ഗ്യാങ്ങിലെ മെമ്പേഴ്സ് എല്ലാരും പറയുന്ന കാര്യമാണ്, ഇനി അവരടുത്ത പറയാൻ പോകുന്നത് അവന്മാരായിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല. നമ്മള് കാസ്ട്രോനും ബ്രാവോനും ഒക്കെ പറയാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് എന്ന് വെച്ചാൽ അവന്മാരെ ലീഡറും കോ ലീഡറും അവരാണ്, നമ്മളെ ലീഡറും കോ ലീഡറും ഞാനും കൊമ്പനുമാണ്, ജിപ്സിയാണ്, മനസ്സിലല്ലേ? അപ്പൊ നമ്മളെ പറയുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന അവരും ഇവരിനി പറഞ്ഞു തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു നിർത്തുന്ന ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത്ര കാലം ഇവന്മാരെ കാസ്ട്രോനെയും ബ്രാവോനെയും ആരും ഒന്നും പറയാൻ വന്നിട്ടില്ല. ഇനി ഇവന്മാര് പറയും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് അവന്മാർക്കും കേൾക്കും. അതിന് നമ്മുടെ ഉത്തരവാദിത്തമല്ല, കാരണം നമ്മള് കൊണയൊക്കെ അടിക്കുന്നതിന് മുന്നേ കൂടെ ഉള്ളവന്മാരുടെ ലൈവ് ഒക്കെ എടുത്ത് നോക്കണമെന്ന് പറയണം. കാണ് നീ പറയുമ്പോ ഞങ്ങള് നോക്കിക്കത്തില്ല, ഞങ്ങളായാലും എപ്പോഴും പറയുകയും ചെയ്യും. എന്തോ പറയേ, നമ്മള് വിളിച്ചിട്ടില്ല, നമ്മള് മറ്റേ മാസല്ല, നമ്മള് ഭയങ്കര കിടിലുവാ, നമ്മളെല്ലാം പക്ക പെർഫെക്റ്റാ. നിങ്ങളാണ് ഗൈസ്, നിങ്ങളാണ് നമ്മളെ കൊമ്പാച്ചനെ ഡ്രാഗ് ചെയ്തത്, നിങ്ങളാണ് എന്നെ ഡ്രാഗ് ചെയ്തത് ഗൈസ്. ഞാനാണ് കൊലീഡർ. അപ്പം എന്നെ നിങ്ങൾ വിളിച്ചിട്ടാ ഞാൻ അപ്പാപ്പനെ വിളിക്കും, അമ്മായിനെ വിളിക്കും. എൻ്റെ ദൈവമേ, ഞാൻ എന്ത് പറയാനൊക്കെ. ഇത് TGയിലുള്ളവന്മാരല്ല, വേറെ ഏതോ ഗ്യാങ്ങാ. അപ്പം അതുകൊണ്ടാ സംഭവം. എടാ നിന്റെയൊക്കെ ലീഡർ നിന്നെയൊക്കെ വേണ്ടാന്ന് വെച്ച്
കളഞ്ഞ്. എടാ ഇച്ചിരി പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം മറ്റേ റിസർച്ച് ചെയ്യുക. സ്വന്തം കൂടെ ഉള്ളവന്മാരെയൊക്കെ ലൈവ് ഇടുന്നവന്മാരാണ്, അവനൊക്കെ വല്ലതും പറയുന്നുണ്ടോ, അവരധിക്കുന്നുണ്ടോ, എന്തൊക്കെയാ പറയണേ. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ കുണയ്ക്കാൻ പോകുന്നവന്മാരെ ഇപ്പം കറലി നിങ്ങളുടെ എനിമീസ് പോലെയാണല്ലോ നമ്മൾ ഇരിക്കണേ. അപ്പം നമ്മളെയൊക്കെ ഡിസ്കോഡിലൊക്കെ വന്നിട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മളെ ഡിസ്കോഡിലൊക്കെ വരുന്നത്. എടുത്ത് നോക്കുക, എടുത്ത് ഇങ്ങനെയൊക്കെ കാണുക. അപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഓക്കെ ലൈവ് എടുത്ത് നോക്കാൻ സമയമില്ല, അവിടെ അമ്പനിയേക്കാൾ തിരക്കായിരിക്കും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ക്ലിപ്പ് കാണാമല്ലോ, ഒരു 15 സെക്കൻഡ് ക്ലിപ്പ് കാണാമല്ലോ, അതൊക്കെ ഇരുന്ന് കാണാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും, ഇരുന്ന് കാണുക വല്ലപ്പോഴും ഒക്കെ. എന്നിട്ട് കുണയ്ക്കുക ലൈവിൽ വന്നിട്ട്. നമ്മൾ പെർഫെക്റ്റ് ആണ്, നിങ്ങളിനി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിളിക്കും, നിങ്ങളെ വീട്ടുകാരെയൊക്കെ തള്ളേക്ക് വിളിക്കും. അത് വേറെ ചിലർക്കുള്ളതാ. നീ ആ സൗണ്ട് ബോർഡ് ഓൺ ആക്കി വെക്ക് ട്രൈക്കോ. ഞാൻ ഒന്നുമില്ല വേറെ. എടാ മൊയിലേ ഓക്കെ മൊയിലെ, ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ഊക്കറിന്റെ അടുത്ത് മറ്റോ ബന്ധം പറയുന്നില്ല, ആ പി ഒ കൂടെ എനിക്കൊന്ന് അയച്ചു തരുമോ? അത് ആരായിരുന്നു? അത് ഡീമൺ അല്ലേ കാണിച്ചെന്ന്? എന്റെ ഇല്ല. ഡീമാ ആ പി ഒ ഉണ്ടെന്ന് അയച്ചു തന്നെ എനിക്ക്. മൊയൽ എനിക്ക് മറ്റേ ഡയലോഗ് ഓർമ്മ വരുന്ന ഏതെന്നറിയോ? മൊയലെ എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ആ സാധനം ഇനി ചെവിയിൽ ഇങ്ങനെ ഓടിക്കോണ്ടിരിക്കുക ആ സാധനം. ഡീസിയോ കുത്തിരിക്കാൻ പോലെ കാണിച്ച ആ ഒരു പി ഒ കൂടി ഇറ്റു പറയൂ. ക്ലാരിഫൈ ഈ വാസ്കോനോട് തന്നെ പറ, നീ ലൈവില് ഇത് മാറ്റി ലൈവില്. ഇപ്പൊ അത് ഇത്രയായിട്ട് ഡി സിയിലുണ്ടോ? അപ്പാപ്പന്റെ ഡി സിയിലുണ്ടോ അത്? അപ്പാന്റെ ഡിസിലുണ്ട്. അത് ലൈവില് മനോട് മാറ്റി പറയാൻ പറ. അവൻ എന്താ പറഞ്ഞേ? അവൻ ലൈവിൽ എന്താ പറഞ്ഞേ? അത് ഞാൻ കണ്ടില്ല. അവൻ ലൈവ് പറഞ്ഞു നമ്മളാണ് അവരപ്പാപ്പനെ ഡ്രാഗ് ചെയ്തിട്ടൊന്നുമില്ല. ആ അപ്പാപ്പനെ ഡ്രാഗ് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചു തരണേ. അപ്പാപ്പന് ലൈവ് ഉണ്ട്, പിന്നെ ലൈവ് ഇല്ല. ഇത് കാണുന്നില്ലല്ലോ. കളിക്കണോടാ നീയൊക്കെ. ഇത്ര നേരം പറഞ്ഞ ലൈവ് ഇല്ല, ഇപ്പൊ പറയണേ ലൈവ് ഉണ്ടെന്നാ. ആ സാധനം ഞാനത് പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്താണ്. എന്നിട്ട് ഈ തെറി വരുന്ന പറഞ്ഞിട്ട് ഇമ്മാരി ഊമ്പിത്തരം കാണിക്കുന്നുണ്ട്, അറിയാലോ. അപ്പൊ അടുത്തത് പുണ്ടച്ചി മക്കളെ എന്ന് പറഞ്ഞ പുണ്ടച്ചി മക്കളോട് പറയാനുള്ളത്, ഞാൻ ഇവരല്ല കേട്ടോ പറയുന്നത്, നമ്മുടെ ലൈവിൽ നോർമലായിട്ട് പറയാണ്. അപ്പൊ അതുപോലെ ഈ പുണ്ടച്ചി എന്ന് പറയുന്ന പുണ്ണ ഓളികളോട് പറയാനുള്ളത്, കിടന്ന് ഊമ്പിത്തരം പറഞ്ഞ നല്ല ഊമ്പിത്തരം ഞാനും പറയും, മനസ്സിലായില്ലേ? അന്ന് മാന്യമായ രീതിയിലാണ് ബി സിയിൽ ഇരുന്ന് എല്ലാം പറയണം കേട്ട് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പൊ ഇത് നിർത്താൻ വേണ്ടി നോക്കും പല പുണ്ടച്ചി മക്കളും പുണ്ടച്ചിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പറയും, ഒരു ദാക്ഷിണ്യം കാണൂല. കാരണം ഊമ്പിത്തരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോ ഒക്കെ ഓക്കെ, പക്ഷെ എല്ലാം തീർത്തിട്ട് അണ്ടിത്തരം കാണിക്കാൻ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? ആ ഊമ്പിത്തരം വേണ്ട. അതത്ര എടാ എന്റെ മുട്ടയിടിച്ച് പേടിച്ച് 2 തുള്ളി മൂത്രം പോയി. എടാ വാസ്കോടെ കുതിയ മോനെ, നീ പോടാ മയിര്. അല്ല ഇത് ലൈവ് വന്നിട്ട് ഞാൻ ലൈവ് തന്നെ. പിന്നെ ഇവ ഇരുന്നിട്ട് തെറി വിളിക്കുന്നുണ്ട്. ഇതേപോലെ തിരിച്ചു വിളിക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല. നമ്മളെ വിളിച്ച് തുടങ്ങുന്നില്ല, സംസ്കാരം കാണിക്കുന്നില്ലെന്നാ സത്യം പറഞ്ഞ. ഇവൻ തന്നെയല്ല അന്ന് വന്ന് പറഞ്ഞ അഗസ്റ്റിന്റെ ടിക്കറ്റ് ക്ലോസ് ആക്കി. ഞാനത് ഈ വാളങ്ങൾക്ക് തോന്നുന്നത് തെറി വിളിക്കുന്ന മാസം ലൈവ് ഇരുന്നിട്ട് നോക്കിയേ, മാസായി പറയുന്ന ഷോ ഈ പുണ്ടിച്ചി മക്കൾ എന്ന് പറയുന്ന പുണ്ടിച്ചി മോനോട് എനിക്ക് കൊറേ വയസ്സായില്ലേ ബ്രോ, ജസ്റ്റ് ഗ്രോ അപ്പ്. ചീത്തവിളിയല്ല മാസ്. നാക്ക് ചീത്ത വിളിക്കാൻ മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ വീട്ടിലിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വാ മുട്ടുമ്പോ തള്ളക്കുന്ന എന്തൊക്കെ വിളി. അച്ഛനോട് ചോദിക്കുന്ന അതിന്റെ മോനെ അങ്ങനെ കൊണ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കൊണ അടിക്കണം, അതിനാണ് നാക്ക്. അല്ലാന്നുണ്ടെങ്കിൽ കൊണ അടിക്കണമാതിരി കൊണ അടിച്ചോണ്ടിരിക്കും, വായും വെച്ച് മിണ്ടാതിരിക്കണം. അല്ലാണ്ട് അവരെ വീട്ടുകാരെ വിളിക്കുള്ളേ. അല്ലാണ്ട് അവരെ കൂടെ നിന്ന് തുള്ളല്ല കണ്ട് അവന്മാരെ ഒന്ന് തെറി വിളിക്കാൻ നമുക്കൊന്ന് എപ്പോഴും നോക്കിയിരിക്കാൻ എപ്പോഴും കേട്ട് കത്തൊന്നും പറ്റത്തൊന്നുമില്ല മിസ്റ്റർ വാസ്കോ നൈന്റവനെ. ചൂരടാ. പിന്നെ എന്നെ തെറി വിളിച്ച് ഞാൻ കേട്ടുക്കണ വരെ വരെ അത് സമയം ആയിട്ടില്ല. നീ XTG ആണ് സത്യം. ഞാൻ നക്കി നിന്നൊക്കെയാണ് അവര് പറഞ്ഞത്. അവിടത്തെ ജാമ് നമ്മൾ എപ്പോഴും പറയുന്നത്, എടാ സിറ്റുവേഷൻ എടുക്കുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല, ഇപ്പോഴും പറയുക, അത് അപ്പോഴും പറഞ്ഞിട്ടുള്ളതാ. സിറ്റുവേഷൻ എടുത്തോ, എന്ത് സിറ്റുവേഷനോ എടുത്തോ കുഴപ്പമില്ല. ഈ ചീത്ത വിളിയിലോട്ട് പോവല്ലേ, ചീത്ത വിളിക്കല്ലേ. ഈവൻ എൻ ഗെയിമിലാണെങ്കിലും പുറത്താണെങ്കിലും ചീത്ത വിളിക്കലെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ചീത്ത വിളിക്കുമ്പോഴാണ് നമുക്ക് പൊട്ടണേ, അങ്ങോട്ട് പോയിട്ട് ചുമ്മാ ചീത്ത വിളിക്കുന്നുമില്ല.
ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്കും പൊളിയത്തുള്ളൂ. അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് തുടങ്ങിയത്. കൺവേർട്ട് ചെയ്യാൻ പിന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല ബ്രോ. അതുകൊണ്ട് നമ്മൾ പിന്നെ പച്ചയായ സത്യം നമ്മൾ പറയും, വിശ്വസിക്കണവർ വിശ്വസിച്ചാൽ മതി. വേറെ അന്ന് വിളിച്ചവൻ പറഞ്ഞില്ലേ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചീത്ത വിളിക്കുമോ എന്നൊക്കെ ഒരു അവന് നല്ല നല്ല അടി കിട്ടാത്തോണ്ടുള്ള കുഴപ്പമാണ്. അത് അത് സംഭവം റിയൽ ലൈഫിലില്ലേ? ഓക്കെ, റിയൽ ലൈഫിൽ അത്യാവശ്യം ദൈവമേ അവൻ ഒരു ഇട്ടിച്ചനെ കണക്കുള്ള ഒരുത്തന്റെ അടുത്ത് പോയിട്ട് കൊണ അടിക്കുന്നേ. മറ്റേ ട്രിഗർ ആവുമ്പോഴത്തേക്കും ചീത്ത വിളിക്കണം, പിടിച്ച് കശത്ത് വെച്ചിട്ട് അവന്റെ അച്ഛന്റെ അടുത്ത് തന്നെ അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചതിന് വല്ല ചെവിക്കൽ നോക്കി അടിച്ച് തിരിക്കണം. അതൊക്കെ അപ്പനെടുത്ത് മിണ്ടായിരിക്കണം പുണ്ടച്ചോനെ. പിന്നെ എന്നോട് ചൂടായി പിന്നെ ഞാൻ ട്രിഗർ ആവില്ലേ? പിന്നെ എന്നോട് കിടന്ന് അടിച്ചു തിരിക്കും. എന്നെ ട്രിഗർ ആക്കി ഞാൻ ചീത്ത വിളിക്കും. സ്വന്തം തന്തേന്നൊന്നുമില്ല. തന്തേന്ന് നോക്കില്ല, തന്തയ്ക്കേ വിളിക്കുന്നല്ലേ. എടാ ബ്രോ, ഞാൻ എപ്പോഴേ പറയാം ചീത്ത വിളിക്കണത് മാസല്ല ബ്രോ. നാക്ക് തന്നേക്കുന്നത് കൊണയ്ക്കാനും എല്ലാം. അല്ലാണ്ട് വീട്ടിലുള്ളവരെ ബാക്കിയുള്ളവരെ വീട്ടിലുള്ളവരെ വിളിക്കുന്നതും തള്ളയ്ക്ക് വിളിക്കുന്നതൊന്നും അല്ല. അത് മനസ്സിലാക്കണം നിങ്ങള്. 4 മുറി വെച്ചേ 4 ചുവരിന്റെ അകത്തിരുന്നിട്ട് കൊണയ്ക്കാൻ അറിയാം എല്ലാരും, തള്ളയ്ക്ക് വിളിക്കാനും. ഒന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും എനിക്കൊക്കെ മനസ്സിലാവും. പുറത്തിറങ്ങിയിട്ട് ആരുടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നറിഞ്ഞ് രണ്ടാമതിനെ മറ്റേ ജോലിക്കൊക്കെ പോകുമ്പോൾ ടൈമില് മറ്റേ ബോസ് അല്ലെ മാനേജറൊക്കെ വന്നിട്ട് എന്തെങ്കിലും പറയും. അപ്പം തള്ളയ്ക്ക് വിളിക്കണം. എങ്ങനെ മാറ്റുന്നറിയാവോ? നമ്മള് ഊമ്പെന്നല്ലേ പറഞ്ഞ് അവൻ അയ്യോ അത് ചീത്തയല്ലല്ലോ. ഇനി എന്ത് പറയണേ? എടാ ഊമ്പ് തന്നെ ഞാൻ ലോലിപോപ്പ് ഊമ്പാനും പറഞ്ഞു. അവ ഡെയിലി അവൻ വീട്ടിലുള്ള ആരുടെ പറഞ്ഞാൽ മതി ലോലിപോപ്പ് ഊമ്പാൻ. നമ്മളടുത്ത് പറയണ്ടെന്ന്. എടാ കേക്കാവോ? കേൾക്കാം. ഞാൻ അയച്ചിട്ടുണ്ട്, അവനോട് നമ്മുടെ പറ, IPOV ഒക്കെ വെച്ച് അയച്ചിട്ടുണ്ട്. അവരേൽ ആരാ ഇപ്പൊ ലൈവ്? ആരാ അവരേല്? കൊമ്പൻ ലൈവ് ആണ്. ആർക്കറിയാം? അവരേല് ഞാൻ നോക്കട്ടെ. അവരേല് കൊമ്പനല്ല, എവനല്ലേ ഈ വാസ്കോ എന്ന് പറയുന്നവനല്ലേ ഇപ്പൊ എടുത്ത് വെച്ച് തെറിയും വിളിച്ചിട്ട്. അവനല്ലേ ഇരുന്ന് കൊണച്ചേ. അവൻ ലൈവ് ഇട്ടിട്ട് അവനോട് പറയാൻ പറ. എന്ന് ലൈവ് വരെ അവ അന്നിരുന്ന് പറയട്ടെ. വേറെ ആരും വേണ്ട മയിലേ. ലൈവിലിട്ട് പറഞ്ഞേ ഹിറ്റ്മാനെ അത് ഇവര് കൺവേർട്ട് ചെയ്യും ഉറപ്പാണ്. അവൻ കൺവേർട്ട് ചെയ്യോ എന്തോ ആവട്ടെ, അവൻ ഇതിനെന്താ പറയുന്നത് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തെറി വിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഡിസ്കോഡില്. വാസ്കോ ലൈവ് ആണ് ന്യൂ ചാനലില്. എടേ വാസ്കോ എന്തോ പുതിയ ചാനലില് ലൈവ് ആണെന്നൊക്കെ അച്ഛനും അമ്മക്കൊന്നും പറഞ്ഞില്ലല്ലോ. വാസ്കോ ലൈവ് ആണ്. അവൻ ഏത് ചാനലില് ലൈവ് ഒന്ന് കാണിച്ചേ. അവന്റെ ലൈവ് ഏതിലാന്ന് നോക്കിയടാ. ഇല്ല, അവ 26 മിനിറ്റ് മുമ്പ് എൻഡ് ചെയ്തു. അല്ല, പുതിയ ചാനലില് ലൈവ് ആണ്. സ്പാം ചെയ്യുക. പുതിയ ചാനലല്ലേ ഗെയിംസ്. ഇല്ല, കൊമ്പൻ ലൈവാടാ. കൊമ്പൻ ലൈവ് ബിസിന്നോ അങ്ങനെ എന്തോ ഒരു ചാനൽ. എന്തോന്ന് മിസ്റ്റർ കൊമ്പൻ ലൈവ് അല്ലേ? അപ്പൊ ചാറ്റിൽ പറഞ്ഞാ മതി. ആര് പറയ? ഞാനാ? പിന്നെ സത്യം ഞാൻ പണ്ട് കൊമ്പന്റെ മോഡറേറ്റർ ഒക്കെ ആയിരുന്നു, അറിയാം. കൊമ്പൻ ലൈവ് എനിക്ക് നടപ്പുണ്ട്. കൊമ്പൻ ലൈവ് ഉണ്ട്. മറ്റേ പേരെന്തായിരുന്നു? നിക്കി. അതല്ല, ഉണ്ടോ? അപ്പൊ സിറ്റിയിലാണോ? ഇവന്റെ ചാനലില് ലൈവ് ഇട്ടാണ് കിടന്ന് ഇത്ര നമ്മളെ സൈഡ് ക്ലിയർ ചെയ്യാൻ. എനിക്ക് ഉറപ്പായിരുന്നു. ഇത് കാണാവോ എന്റെ PO? ഞാൻ നിങ്ങളുടെ അടുത്ത് അതാണ് ഞാൻ അന്ന് PO ചോദിച്ചു. ഇത് കൺവേർട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. യവന്മാരിരുന്ന് കൺവേർട്ട് ചെയ്യുന്ന എനിക്ക് നല്ല രീതിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ഇത്രയും അവനെന്ത് പറഞ്ഞു. ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു, ഞാൻ ചോദിക്കട്ടെ അവനോട്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിപ്പോ അയച്ചതാ. എന്തിനാ മുതൽ തെറി വിളിച്ചെന്ന് ചോദിച്ചില്ലേ? നിങ്ങളുടെ സൈഡിൽ നിന്ന് ഗോഗു ആണെന്ന് തോന്നുന്നു. അപ്പൊ മൾട്ടിപ്പിൾ ടൈം വന്ന് ഇവര് തെറി പറയുന്നുണ്ട്. ആ POV കണ്ടോ? ഇത് ലൈവിലും കാണിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും POV ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ APMI സിറ്റുവേഷനിൽ പോലും ഇല്ല. നിങ്ങളുടെ സൈഡിൽ നിന്ന് അവരെ ഡ്രാഗ് ആക്കുന്നുണ്ട്. അത് എന്തിനാന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇന്ന് നീ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടായിരുന്നു. ഇത് ഇവിടെ ലൈവ് കാണിക്കുന്നത് ഞാൻ പറയുന്നുണ്ട്. ഇതിനെന്താ റിപ്ലൈ നോക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. അല്ല, ഇതവ ലൈവിൽ കാണിക്കണം. ഇല്ലെങ്കിൽ നാളെ എക്സ്പ്ലെയിൻ ലൈവ് എന്ന് പറഞ്ഞിട്ടേ നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. നല്ല രീതിയിൽ തന്തയ്ക്ക് തളക്കി വിളിക്കാം, അത്രേ ഉള്ളൂ. അവൻ ഇന്നിരുന്ന് തെറി വിളിക്കുന്ന കണ്ടായിരുന്നു. ഈ തെറി വിളിക്കുന്ന മാസം ഒന്നുമല്ല. അവൻ കണ്ട നമ്മൾ അവനൊരു 5-6 പ്രാവശ്യം പുണ്ടച്ചി ഇരുന്ന് പറയുന്നുണ്ട്. ഈ തെറി വിളിക്കുന്നത് മാസം ഒന്നും അല്ല.
അല്ല ഇവന് അഗസ്റ്റിനെ റേഡിയോയിൽ വിളിച്ചപ്പോ നമ്മൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു. ഞാൻ ഓക്കിനെയാണ് തിരിച്ച് വിളിച്ചത്. അവന്റെ സംസാരം കേട്ടാലേ തിരിച്ച് തള്ളക്കി വിളിക്കാൻ തോന്നുന്നു. പിന്നെ നമ്മള് വിളിക്കാത്തതാ. അത് ആർക്കും അറിഞ്ഞൂടാതെ മറ്റേ ഈ ജനിച്ച വീണ കുഞ്ഞുങ്ങളൊന്നും അല്ല. അതിനെ നമ്മളെ സംസ്കാരം കൺട്രോൾ എന്നെല്ലാം പറയും. വാസ്കോ ലൈവ് എന്ന് പറഞ്ഞ ഏതൊരു ചാനൽ അടിപോയി കേക്കാമോ അടിപോയി കാണിച്ചത് മനസ്സിലാകത്തില്ല. ഞാൻ തിരിച്ചു തെറി വിളിക്കുന്നത് മറ്റേ പൂപ്സ് ആണോ ഇല്ലേ അവനെ തെറി വിളിക്കും. വേറെ ഒന്നുമില്ല. അല്ല വിളിക്കുമെന്ന് പറഞ്ഞത് അവൻ. ഇല്ലില്ല വിളിക്കും. POV കാണിച്ചു കഴിഞ്ഞാല് അവനെ വിളിക്കുമെന്ന് ഇനി പറയും എന്ന് പറഞ്ഞ ക്ലിപ്പ് ട്രൈക്കോ ലൈവില് കാണിച്ചെന്നോ? ഇപ്പൊ നീ കാണിച്ച ക്ലിപ്പ് ഞാൻ ലൈവിൽ ട്രൈക്കോ നീ ലേശം താഴെ പോയി നിന്റെ വ്യൂ ആയിരുന്നു കാണണ്ടായി. നീ നീ ഏതാടാ ഇത്? ഇതിൽ ലൈവാണ്. വാസ്കോന്റെ ഏതോ ചാനൽ കാണിക്കുന്നു. സബ്സ്ക്രൈബ് എത്ര മിനിറ്റ് ഇരിക്കണം വെയിറ്റ് ചെയ്ത്? ഒരു മിനിറ്റ്. അല്ല റിഫ്രഷ് ചെയ്തൊക്കെ, മുകളിൽ റിഫ്രഷ് ചെയ്തൊക്കെ. ട്രൈക്കോ ആണെങ്കിൽ കാണണ്ട കേട്ടോ. ട്രൈക്കോ കണ്ട ഇനിയിപ്പോ ഇത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറുതാക്കി കണ്ട എനിക്ക് സീനില്ല റൂട്ടർ ആയിട്ട്. ഒരു കൊതവും കേൾക്കുന്നില്ലല്ലോ പറയണേ. സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചേക്കുക. ചാറ്റ് ഇടാനാ ഇത് മാറട്ടെ. സബ്സ്ക്രൈബ് സൗണ്ട് ഒക്കെ എന്തിനു പറയുന്നത്? ആർത്തിയാണല്ലോ വേണ്ട എനിക്ക് സൗണ്ട് കേൾക്കുമ്പോ തന്നെ പൊളിഞ്ഞു വരണമേ. കാരണം അവൻ സംസാരിക്കുന്നത് എങ്ങനെയാ ലൈവില്? ചെക്ക് DM ഇൻ ലൈവ് എന്ന് പറഞ്ഞു ചാറ്റ് ഇട്ടോ. ഞാൻ ഇതുവരെ ലൈവ് തെറി വിളിക്കാത്തോണ്ടാ പിന്നെ തെറി വിളിക്കാതിരിക്കുന്ന. അത്ര മൊയ്തീൻ അടങ്ങടാ. അപ്പാവൻ അവൻ പറയുന്ന ഞാൻ തിരിച്ചറി. ഞാൻ ലൈവ് ഇട്ട് കയറി നിന്റെ അച്ഛനെ പറഞ്ഞ് ഞാൻ തുടങ്ങും. അപ്പാവനേറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഞാൻ ട്രിഗറായിട്ട് സംസാരിച്ച് ലിങ്ക് ചാറ്റ് ഇടാനാ. വേണ്ട ഇപ്പഴേ പറയാം. ഇവിടെ നിന്ന് ഒരുത്താൻ പോയിട്ട് അവന്റെ ചാറ്റിൽ പോയിട്ട് കൊണക്കാനോ തള്ളി കളിക്കാനോ നിക്കല്ലേ. അതൊന്നും പറയണ്ട. ഇത് എത്ര മിനിറ്റ് ആരും അവിടെ പോയിട്ട് കിടന്ന് പറയല്ലേ. ആരും അവിടെ പോയിട്ടൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഓൺലി മോഡിൽ തൊട്ടോക്കെ അവിടെ കണ്ട 5 മിനിറ്റ് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അവൻ ലൈവ് ചെയ്തു ഇൻബോക്സ് നോക്കുന്നു പറഞ്ഞ 5 മിനിറ്റ് വെയിറ്റ് ചെയ്താ അത് പറഞ്ഞിരുന്നു. അവനെ നമ്മൾ സമ്മതിക്കണം. അവനെ ടൈം ഔട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടാവും ഇപ്പൊ. എടാ ഇറ്റു നിന്നെ ടൈം ഔട്ട് ചെയ്ത് വിടാ കേട്ടോ. ടൈം ഔട്ട് ഒന്നും ചെയ്യത്തില്ല. നീ വരുന്നതിന് മുന്നേ മറ്റേ ചാനലിൽ നിന്ന് ID ചെയ്ത് വിടും. എടാ നീ നിന്റെ ചാറ്റില് മൊബൈൽ ജോഡുന്നുള്ള ഒന്നും പറഞ്ഞില്ല. ജസ്റ്റ് ചെക്ക് DM മാത്രം. വേണ്ട ഒന്നും പറയണ്ട. നിങ്ങള് ആരും പോകണ്ട അവിടെ അങ്ങോട്ടേക്ക്. നമ്മള് അയക്കാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി. ഇത് നേരത്തെ ചെയ്യാനുള്ളായിരുന്നു. എനിക്കറിയായിരുന്നു ഇത്. ലൈവ് എടുത്ത് നോക്കി സിറ്റുവേഷനില്ല. ഇതാ ബ്രോ പുള്ളി നോക്കിക്കോളും. ഇയാള് ആർക്കും DM ലാസ്റ്റ് അൺസബ് ചെയ്യാൻ മറക്കല്ലേ. അവിടെ ഇപ്പൊ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങള് ചാറ്റിൽ പോയിട്ട് ഇത് ഉണ്ടാക്കല്ലേ. ഞാൻ ഇവിടെ നിന്ന് പറയാ പോവല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളാരും നമ്മുടെ സൈഡിൽ നിന്ന് ആരും പോയിട്ട് ദയവ് ചെയ്ത് ഇതാവരുത്. അവരെ ചാറ്റിൽ പോയിട്ട് അവരെ കടക്ക് നിങ്ങളാവാണ്ടിരിക്കുക. അത്രേ ഉള്ളു ഇനി പറയാൻ. ആ ഉണ്ണിക്കണ്ണന് ഫുൾ തെറി. കണ്ണല്ലേ മറ്റേ യു ആക്കി ഫുൾ തെറി അവിടെ. പാവം ചെക്കനടാ എടാ. ഇത്ര നേരമായിട്ട് മാറിയില്ലേ? ഇപ്പൊ മെസ്സേജ് പോ അതേപോലെ ഹൈഡ് ആവും. ലൈവിലും കൂടി മെൻഷൻ ചെയ്യും. ലൈവിൽ ഒന്ന് മെൻഷൻ ചെയ്യും. നോക്കണേ അത് പറയാ. ഡിസ്കോഡിൽ ലൈവിൽ തന്നെ കാണിച്ചു. സക്സസ്ഫുള്ളി ഡിസ്കോഡ് DM ഒന്ന് നോക്കണേ. ലൈവ് തന്നെ കാണിച്ചു.
ഇത് വന്ന് പച്ചവാണോന്ന് ഇപ്പൊ പറയുന്നു. അതായിരിക്കും പറയാൻ എടാ പട്ടികളെ എന്തോന്ന് അവിടെ മെലജോഡിന്റെ ഫേക്ക് അക്കൗണ്ട് ആണോ? അവിടെ പോയല്ലേ സൗണ്ട് ഇട്ടേടാ. സൗണ്ട് ഇട്ട് എന്തെങ്കിലും പറയുന്നതൊക്കെ ഇല്ലടാ അവൻ കാണുന്നില്ലല്ലോ, ഡിലീറ്റ് ചെയ്താ. സോറി ബ്രോ, അറിയാതെ ഡിലീറ്റ് ചെയ്ത് തോന്നുന്നു. ഒന്നുകൂടി ഇട്ടോ. ഡിലീറ്റ് ആക്കിയിട്ടില്ലല്ലോ. ഇല്ല, നീ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്ക്. ചിലപ്പോ എന്നിട്ട് അയ്യോ ബ്രോ അറിയാണ്ടാണെന്ന് പറയും. ഇല്ലടാ ഇവിടെ കിടപ്പുണ്ട്. നോക്കുന്നതാ. ഡിലീറ്റ് ചെയ്ത് തോന്നുന്നുണ്ടാ. ഡിലേറ്റിംഗ് മോഡ്സ് ഇട്ടേ. ചാനലിന്റെ പേര് ഇത് ഒന്നുകൂടെ ആലോചിച്ച് ചാറ്റ് ഇട്ടാ പോരെ, ആലോചിക്കാനൊന്നുമില്ല. അതെ, ഡിലീറ്റ് ആയി. അറിയാതെ ആയതാന്ന് കണ്ടോ, ഡിലീറ്റ് ആ ആക്കി. മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് പിന്നെ സെർച്ച് ചെയ്തിട്ട് പോലും കിട്ടണല്ലോ. എടാ ഇല്ലടാ, എന്റെ മെസ്സേജ് കിടക്കുമല്ലേ ഇവിടെ, ഡിലീറ്റ് ആയിട്ട്. അത് നിന്നെ കാണിക്കട്ടോ, ആക്ച്വലി ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ദേ ഇവിടെ ചാറ്റിൽ വന്നിട്ടെന്ന് പറയാം, അവന്റെ മോഡ്സ് കൊണയാന്ന്. എന്താ ഡിലീറ്റ് ആക്കി. മെസ്സേജ് പോയി. യെസ്. എന്താടാ നമുക്ക് റിഫ്രഷ് ആവണേ പിന്നെ പോയേ. സത്യല്ലേ? R34 ഒക്കെ പറയുന്ന അവിടെ. എന്തേലൊക്കെ പറയട്ടെ. ഇനിയിപ്പൊ നമ്മളായിട്ട് തോറ്റേനെ ഇതുവരെ ഉള്ളതല്ല, നല്ല ചീത്തവരും അവർക്ക് നല്ലവരായിരിക്കും. ഇതിനെക്കാട്ടി നല്ലത് അവരായിരുന്നു കേട്ടോ. റൈക്കോടെ ലൈവില്ലായിരുന്നു, എന്ത് ചെയ്യായിരുന്നു? അത് ശരിയാ, ഈ കട്ട് ചെയ്ത് എടുക്കുന്നതല്ലേ. ട്രൈക്കോ നിന്റെ ലൈവ് ഡിലീറ്റ് ആക്കരുത്. ഇല്ല. അവസാനം ക്ലിപ്സ് എല്ലാം പോകും. അടിപൊളി. ഒന്നുകൂടി അത് ഡിലീറ്റ് ചെയ്ത് ആ കോപ്പി ചെയ്ത് അങ്ങനെ കേട്ടോ. അതെ, അങ്ങനെ കോപ്പി എടുത്തിട്ടോ. കണ്ടു കാണും. ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട്. അവൻ എന്തായാലും കണ്ടു കാണും. കോൺസെൻട്രേറ്റർ ആണ് എന്ത് നിങ്ങൾ സിറ്റി പറയണോ? എടാ അടങ്ങടാ, ഞാൻ പറഞ്ഞു തെറി വിളിക്കരുതെന്ന്. എന്താ ചൂസേ? എടാ ഞാനിതേ ഇങ്ങനെ പേരും കടിച്ചു നോക്കിയപ്പോഴത്തേക്കും വരുന്നത് വേറെ എന്തോ പോസ്കോ എന്നൊക്കെയാ. ഇതാരാ? കമന്റ് ഡിസ്കോഡ് ടീം നോക്കണേ ലൈവ്. ഞാൻ നോക്കടാ. ഹിറ്റ്മാൻ തന്നെയാണത്. അല്ല, ഹിറ്റുവിന്റെ ആത്മാവാ, പ്രേതമായിട്ട് വന്നതാ. ലൈവിൽ തന്നെ കാണിച്ചോട്ട് നോക്കടാ. ഞാൻ പറഞ്ഞില്ലേ, കാണിക്കില്ല. ഹിറ്റ്മാന്റെ വിശ്വാസം ഹിറ്റ്മാനെ കാക്കട്ടെ. സ്കിപ്പ് ഹിറ്റ്മാൻ വാസ് ബ്ലോക്ക്ഡ്. ഒരു മോഡ് ഇട്ടു. അത് ഹിറ്റ്മാൻ തന്നെയാണോ? നോക്കട്ടെ. ബ്ലോക്ക് ചെയ്ത് ലൈവ് കഴിഞ്ഞിട്ട് വാങ്ങുന്നു. ഇപ്പം തട്ടിട്ട് അയ്യോ അറിയാണ്ട് തട്ടിപ്പോ. ലൈവ് കഴിഞ്ഞ് നോക്കാന്നോ? ലൈവില് ഞാൻ പറഞ്ഞില്ലേ, ഹിറ്റ്മാന്റെ വിശ്വാസം ഹിറ്റ്മാനെ കാക്കട്ടെ. കണ്ട ലൈവ് കഴിഞ്ഞ് നോക്കാന്ന്. എങ്ങനെ ഇരിക്കണേ? 5 മിനിറ്റ് അല്ല, നമ്മള് 10 മിനിറ്റ് കളഞ്ഞു. അൺസബ്സ്ക്രൈബ് നീ ലൈവില് നോക്കാൻ ഞാൻ പറഞ്ഞില്ലേ നിന്റെ ലൈഫില് 5 മിനിറ്റ് വേസ്റ്റ് ആവുമെന്ന്. അവന്റെ ഇഷ്ടമാണ്, അത് നമ്മള് കമ്പൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതൊക്കെ ഇപ്പൊ ഡിലീറ്റ് ആക്കി DC-ലൊന്നും ഇല്ലെന്ന് പറയുന്നു. ഞാൻ എന്തായാലും ഇവിടെ ഗൈസ് ഞാൻ നോക്കാം ഗൈസ്, ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് നോക്കാം ഗൈസ്. ഞാൻ ലൈവിൽ വേറെ പറയും ഗൈസ്, നിങ്ങൾ വേറെ വിചാരിക്കണം ഗൈസ്. അതെ, അതൊക്കെ നാളെ നോക്കാം. നാളെ കൂടെ ഒരു ദിവസം ടൈം ഉണ്ടല്ലോ നമുക്ക്. 10 മിനിറ്റ് സക്സസ്ഫുള്ളി വേസ്റ്റഡ്. എന്താ പറയുന്നേന്ന് സിറ്റി കയറുന്നുണ്ടോ? സിറ്റി മൂടും പോയില്ല, സിറ്റി കയറല്ലേ. ഈ സമയത്ത് എടാ ശരി, 11:30 നല്ല ആവശ്യമാണ്. ടീമായിട്ട് ഇടിയും കളിക്കാം. അങ്ങനെ ഇപ്പൊ ഫൈറ്റ് കുട്ടി അടിച്ചാനെ. ഞാൻ മുതുക്ക് സ്പോൺ ആകുമ്പോ തന്നെ ചിലരെയൊക്കെ മുഖം കാണും ഞാൻ അതുകൊണ്ട് MG സ്പോണായി. ചേട്ടാ ഞാൻ എവിടെയായിരുന്നു ലാസ്റ്റ്? മുഹമ്മദ് ഓജി അസഡന്റ്. അത് ഞാൻ ഇട്ടുകൊടുത്ത പേരവനത്. സോ കോൾഡ് റേഡിയന്റ് ഫുണ്ട. അങ്ങനെ അവൻ ഒരു റോക്കറ്റ് ആണെന്ന് തെളിയിച്ചു. അതല്ലേ പൂച്ചന് ഉദ്ദേശിച്ചേ. ഒന്നും കൂടി പറയാനാ? ഇല്ല ഒരിക്കൽ പറഞ്ഞവൻ അത് കണ്ടു.
ഇനിയാവും ഇല്ല ഞാൻ നോക്കാം. ചെയ്ത മിസ്റ്റേക്ക് എന്തെന്നോ, ഞാൻ ഇത് നേരത്തെ അയച്ചു കൊടുക്കാനുള്ളായിരുന്നു. ലേറ്റ് ആയി പോയി റിപ്ലൈ കൊടുക്കാനേ. അത് എന്റെ തെറ്റായി പോയി, സത്യം പറഞ്ഞത്. ഞാനത് അന്ന് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചപ്പോ തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞതാ, എടാ കൊണ്ട് എടുത്ത് അയക്കും. ഈ ഹോക്കിയാണ് എല്ലാത്തിനും കാരണം. ലയസ് ബാർ ആരുടെ അടുത്തൊക്കെ ഉണ്ട്? ലയസ് ബാർ എന്റെ കളിക്കാൻ അറിയത്തില്ല ബ്രോ. ഉണ്ടോ? കയ്യിലുണ്ടോ?